കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിൻ്റെ മകൾ ജിജി ചേരുകയാണ്. ജിജി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാകും, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് രാവിലെയും താങ്കളുടെ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മനുഷ്യർ കടലിൽ കാണാതാകുന്ന വേളയിൽ അവരെ 1-2 മണിക്കൂറിനുള്ളിൽ അവരെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ പിന്നീട് അത് തെരച്ചിൽ മാത്രമായി മാറും എന്നുള്ളത്. വരും നാളുകളിലെങ്കിലും ഇത്തരമൊരു നടപടി, ചടുലമായ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ ജിജി? പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നതിലൊരു ഉപരി അത്തരം നടപടികൾ സർക്കാരിന്റെ വശത്തു നിന്ന് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്. ഒരു അപകടം ഉണ്ടായാൽ, കടലിൽ ഒരു അപകടം ഉണ്ടായാൽ അതിനെ എങ്ങനെ അല്ലെങ്കിൽ ആരെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു സിസ്റ്റത്തിലാണ് നമ്മളിപ്പോൾ. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ പോലും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പോലും ഇല്ലാത്ത സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ. അതിനെയാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ എത്രയും വേഗം ഗവൺമെന്റിന്റെ വശത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ തന്നെ അത് എടുക്കണം. നമുക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുള്ളവര് അതൊക്കെ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. കാരണം ഈ സീസൺ എന്ന് പറയുന്നത് മൺസൂൺ ആണ്. അപ്പം ഇത് ഹാർവെസ്റ്റിംഗ് സീസൺ ആണ്, കടലിലെ ഒരു ഹാർവെസ്റ്റിംഗ് സീസൺ ആണ്. അപ്പം ഈ സീസണിൽ ഉറപ്പായിട്ട് മത്സ്യത്തൊഴിലാളി പണിക്ക് പോകും. കൃത്യമായിട്ടുള്ള ഒരു ദിശയിലല്ല അവർക്ക് കിട്ടുന്ന അവരുടെ വെതർ ഇൻഫർമേഷൻ സിസ്റ്റം എങ്കിൽ അവർക്ക് തീരുമാനിക്കാൻ പറ്റും അവരെപ്പോഴാണ് കടലിൽ പോകേണ്ടത്, അല്ലെങ്കിൽ കടൽ പണിക്കാണോ പോകേണ്ടത്, അല്ലെങ്കിൽ രാവിലെയാണോ പണിക്ക് പോകേണ്ടത്, രാത്രിയാണോ പണിക്ക് പോകേണ്ടതെന്നൊക്കെ. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. ഈ സിസ്റ്റം ഡെവലപ്പ് ആകണം. കടൽ തീരത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റുകൾ പ്രോപ്പർ ആയിട്ട് കടലിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോയിസ് റേസ് ചെയ്യുന്നത്. ചുമ്മാ വർഷം ബഡ്ജറ്റിൽ പൈസ എഴുതിയെടുത്താൽ മാത്രം പോരാ, അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്യണം. ചുമ്മാ വെറുതെ എന്തിനോ വേണ്ടി ആൾക്കാരെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പരിപാടികളല്ലാതെ അത് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്നല്ല, ജീവന്റെ വിലയെ മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജിജി, മത്സ്യത്തൊഴിലാളികളല്ലേ, ഇത്രയൊക്കെ മതി എന്നൊരു ചിന്ത നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു 3 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി. ആദ്യമായിട്ടല്ല സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നത് എന്നൊരു മറുപടി ഉണ്ടാകുന്നു. ഇന്നലെ മറ്റൊരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം, കടലിൽ പോയാൽ കുറച്ച് ദിവസം കഴിയും തിരികെ വരാൻ എന്നൊക്കെ മട്ടിൽ വളരെ ലാഘവത്തോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഇന്നും ഇന്നലെയും അല്ല ഈ സാഹചര്യങ്ങൾ നടക്കുന്നത്, നമുക്ക് വർഷങ്ങളോളം നടന്നു വരുന്നതാണ്. അതിനൊരു മാറ്റമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടോ സംസാരിക്കേണ്ട വാക്കുകളല്ല ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ വിഷമമാവുന്നത്. നിങ്ങൾ ഇത്തിരി റെസ്പോൺസിബിൾ ആകണം. ഒരു ജീവന്റെ വില, ഒരു ജീവന് വേണ്ടിയിട്ട് 3-4 സർക്കാരുകൾ ചേർന്ന്, 3 സർക്കാരുകളോളം ചേർന്ന് കൂട്ടമായിട്ട് രക്ഷാപ്രവർത്തനം ചെയ്ത് കണ്ട നാടാണിത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് വേദനയാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് വിലകെട്ടതാണ്. നിങ്ങൾക്ക് അവരും ടാക്സ് അടച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യേണ്ടത്, ഓരോ വ്യക്തിയെയും റെസ്പെക്ട് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. ഇത് ഗവൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരുന്നു കൊണ്ട് പറയേണ്ട, ഞാൻ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത് ക്രിറ്റിസൈസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ തലപ്പത്തിരുന്നു കൊണ്ട് പറയേണ്ട വാക്കുകളാണോ ഇത്? ഇത്തരം നിരുത്തരവാദിത്വപരമായിട്ടുള്ള വാക്കുകളല്ല നിങ്ങളൊക്കെ സംസാരിക്കേണ്ടത്. ഓരോരുത്തരുടെയും 3 ജീവൻ എന്താ വിലയില്ലേ? ഈ 3 ജീവൻ 300 ജീവൻ ആകരുത് നാളെ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഈ 3 ജീവനും വിലയുണ്ട്. ഈ 3 ജീവന്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വരണം, ഓരോ കുടുംബത്തിലും വരണം. ആ കുടുംബത്തിനെ അറിയാവൂ അതിന്റെ വില എന്താണെന്ന്. നിങ്ങളുടെ ജീവന് നിങ്ങളുടെ കുടുംബം എന്തുമാത്രം വില കൽപ്പിക്കുന്നു? അത് തന്നെയാണ് ഞങ്ങൾ ഒരാൾ ഇപ്പം കടലിൽ കാണാതെ പോയെങ്കിൽ ആ ജീവൻ അതിന് ഞങ്ങളുടെ വിലയുണ്ട്. അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെക്കാളും കൂടുതൽ വിലയുണ്ട്. എന്തെങ്കിലും വിളിച്ചു പറയുക, എന്നിട്ട് അതിനുശേഷം അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ PR ഏജൻസികൾ വെച്ചിട്ട്, അല്ലെങ്കിൽ 50,000 ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് അതിനെ അബ്യൂസീവ് ആയിട്ടുള്ള കമന്റ് ഇടുക. ഇതൊക്കെയാണോ രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയം. പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും ഗവൺമെന്റ് ആയാലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളാണ് അതിന്റെ പ്രയോറിറ്റി.
എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനെ ശ്രദ്ധിച്ച് ഇനി മുതൽ വിളിച്ചു പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ഈ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ജിജി, തൻ്റെ പിതാവിനെ കാണാതാകുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് അങ്ങേയറ്റം സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് ജിജി. എങ്കിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാൻ ജിജിയും ജിജിയുടെ സഹോദരനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വേദന അതവർ തുറന്നു പറയുന്നു. ഒപ്പം തന്നെ ഭാവിയിലെങ്കിലും ഇനിയും ഒരു മത്സ്യത്തൊഴിലാളിക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന ആഗ്രഹം കൂടിയാണ് അവർ പ്രകടിപ്പിച്ചത്.